പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് വേറെ കാര്യമായിട്ട് വിശേഷങ്ങളൊന്നുമില്ല. പിന്നെ ഞാനിന്ന് ജസ്റ്റ് എൻ്റെ ഒരു കുക്കിംഗ് വീഡിയോ മാത്രമാണ് അപ്ലോഡ് ചെയ്യുന്നത്. ഒരു ഡേ ഇൻ മൈ ലൈഫ് പോലെ ചെയ്യാമെന്ന് വിചാരിച്ചിന്ന് കേശു വീട്ടിൽ തന്നെയുണ്ട്. അപ്പോൾ കേശുവിനൊന്നും സ്കൂളില്ലല്ലോ. ഒന്നെടുക്ക് ഇനി എടുക്കണ്ടേ ചൂട്ടാ? എല്ലാം കടിച്ചിടലായി. എന്നാ ആക്കാൻ പോന്നേ? ആരാ ഗൈസ്? നമുക്കപ്പോൾ ചെയ്ത് നോക്കാം. നീ ആക്കണ്ട, അമ്മ ആക്കി തരും. ആ കൈ കഴുകിയില്ല. ആ നോക്കട്ടെ, കൈ നോക്കട്ടെ. ഇപ്പൊ അന്ന് കളിച്ചല്ല കൈയാണോ ഗൈസ് നാരങ്ങ വെള്ളം പിഴിയാൻ പോകുന്നത്? നിന്നോട് വാഷ് ബേസും കഴുകാൻ അമ്മ പറഞ്ഞ കൈ കഴുകു. നാരങ്ങ വെള്ള നല്ലത്, കഞ്ഞി വെള്ള നല്ലത്. അടിപൊളിയാ? അടിപൊളിയാന്നൊക്കെ പറ. അടിപൊളിയാണല്ലേ? നല്ല മധുരം ഉണ്ടോ ഗൈസ്? നല്ല മധുരം ഉണ്ടോ? ഉണ്ടോ? ഓക്കെ ഗൈസ്, ഓക്കെ. അമ്മ ഇവിടെ കേശുവിന്റെ ബ്രേസ്ലെറ്റ് കഴുകിക്കൊണ്ടിരിക്കുകയാണ്. അയ്യോ, അത് മോൻ കുഞ്ഞും ഭാവിയായിട്ട് ആൺകുട്ടിയല്ലേ. മോന് വേറെ നല്ല അടിപൊളി ബ്രേസ്ലെറ്റ് ആക്കി തരും അച്ഛനോട് പറഞ്ഞാല്. അയ്യല്ല, അതുകൊണ്ടാ ഇത് എടുത്തിന്. മറ്റേത് ഇടാൻ കഴിയില്ല. അപ്പൊ കുക്കിംഗ് എല്ലാം കഴിഞ്ഞു കേട്ടോ. അപ്പൊ ഞാൻ എൻ്റെ കുക്കിംഗ് എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ഇൻട്രോ എടുക്കാനിരുന്നത്. അപ്പോൾ ഇപ്പോൾ വീഡിയോ ഞാൻ 1-2 ദിവസമായി വീഡിയോ ഇടാത്ത, വേറൊന്നല്ല കാര്യമായിട്ട് വിശേഷങ്ങളൊന്നുമില്ല. പിന്നെ ഡെയിലി കുക്കിംഗ് വീഡിയോ മാത്രം ഇടുമ്പോൾ ശരിക്കും ഒരു ബോറല്ല. അതുകൊണ്ടാണ് പിന്നെ വീഡിയോ ഒന്നും അപ്ലോഡ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ ഏതായാലും ഒരു ഡേ ഇൻ മൈ ലൈഫ് പോലെ കുക്കിംഗ് വീഡിയോയും പിന്നെ കുറച്ച് കാര്യങ്ങളും കൂടിയിട്ടുള്ളൊരു വീഡിയോ ആണ് അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും വീഡിയോ കാണണം. കുക്കിങ്ങും എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ഞാനിപ്പോൾ ഇൻട്രോ എടുക്കുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ കുക്കിങ്ങിലേക്ക് പോവാം. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്ന തോരൻ വേറെ ഒന്നുമല്ല, നമ്മുടെ സോയാബീൻസ് എന്ന് പറയും അല്ലേ? അപ്പം നിങ്ങൾക്ക് അറിയാവുമായിരിക്കും അത്. അപ്പോൾ ഞാനത് തിളച്ച വെള്ളത്തിൻ്റെ അകത്ത് ഇട്ട് വെക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ സ്വന്തം മത്തി, നമുക്ക് മത്തി ഞാൻ മുറിച്ച് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒന്ന് മുളകിടണം, പിന്നെ നമുക്ക് കുറച്ച് പൊരിക്കണം. പിന്നെ നമ്മുടെ സോയ നമുക്കതൊന്ന് പിന്നെ ഒരു വറവ് പോലെ ആക്കിയെടുക്കണം. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ടുള്ള പാൻ അടുപ്പത്ത് വെച്ച് കടുക് പൊട്ടിച്ചു. ശേഷം ഉള്ളി, ഇഞ്ചി, പച്ചമുളക് ഒക്കെ ഇട്ട് നല്ലോണം വഴറ്റിയെടുക്കുക. അപ്പോൾ ഉള്ളി നല്ലോണം പാടി കിട്ടണം കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ഏകദേശം ഒരു ചിക്കൻ ഫ്രൈ ഒക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ്. അപ്പോൾ ഞാൻ ഒരുപാട് മസാലയൊന്നും ചേർക്കുന്നില്ല, കാരണം കുട്ടികൾക്കും കൂടി കൊടുക്കേണ്ടതുകൊണ്ട് കൂടുതൽ പിന്നെ എരിവൊന്നും ഉണ്ടാക്കുന്നില്ല. കുറച്ച് കുരുമുളകും മഞ്ഞളും മുളകും മല്ലിപ്പൊടിയും പിന്നെ വേണമെങ്കിൽ നമുക്ക് ചിക്കൻ മസാല ചേർക്കാം, ഗരം മസാല. ഞാൻ അതൊന്നും ചേർക്കുന്നില്ല കേട്ടോ. അപ്പോൾ എല്ലാവർക്കും പറ്റുന്ന രീതിയിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ എല്ലാം കൂടി വഴറ്റി നമ്മുടെ സോയ മുളകും മഞ്ഞളും ഒക്കെ ഞാൻ തിരുമ്മി വെച്ചതും കൂടി അതിൻ്റെ അകത്തേക്ക് ഇട്ട് അവിടെ നമുക്ക് ചെറിയ തീയിലൊന്ന് വേവിച്ചെടുക്കാൻ സൈഡിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ശേഷം നമുക്ക് നമ്മുടെ
മീനൊന്ന് മുളകിട്ട് വെക്കണം. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കൂടെ ഞാൻ എന്ത് ചെയ്തു, ആ വറവൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് അടി പിടിക്കാണ്ടിരിക്കാൻ. അടി പിടിക്കില്ല നോൺ സ്റ്റിക്കിൻ്റെ പാൻ ആയതുകൊണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ മുളകിട്ട കറി ഞാൻ പിന്നെ റെസിപ്പി പറയണ്ടല്ലോ. ഞാൻ പിന്നെ 1-2 പ്രാവശ്യം മുളകിട്ട മീൻ കറി റെസിപ്പി ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പം മീൻ മുളകിട്ട കറിക്ക് വേണ്ടിയിട്ട് നമ്മുടെ മുളകും മഞ്ഞളും മല്ലിപ്പൊടി, അതുപോലെ മല്ലിപ്പൊടി, മത്തി ആയതുകൊണ്ട് തന്നെ കുരുമുളകും മല്ലിപ്പൊടിയും ഞാൻ ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ലോണം വഴറ്റിയെടുക്കുക. ഉള്ളിയും ഒക്കെ ഇട്ട് ശേഷം തക്കാളി അടിച്ചതും കൂടി ഇട്ട് നമുക്ക് അതിൻ്റെ അകത്തേക്ക് നമ്മുടെ പുളി, നമ്മുടെ വാളം പുളിയില്ലേ, അത് പിഴിഞ്ഞ വെള്ളവും കൂടെ ചേർത്ത് ആ ഗ്രേവി നല്ലോണം തിളക്കുമ്പോൾ മീൻ്റെ കഷ്ണങ്ങൾ അതിലേക്ക് ഇടുക. അപ്പം ഞാനിത് നമ്മുടെ സോയാബീൻ വറവ് ഒന്ന് നല്ലോണം ഇളക്കി കൊടുത്തിട്ട് പിന്നെ നല്ലോണം ആയി വന്നിട്ടുണ്ട്. അപ്പം ഞാൻ അതിൻ്റെ അകത്തേക്ക് നമ്മുടെ നാളികേരം അതുപോലെ തന്നെ വെളുത്തുള്ളി ചതച്ചതും കൂടി ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ടേസ്റ്റ് ഉണ്ടാ? വെള്ളം കുറച്ച് അധികമായിട്ടായിരിക്കും. മധുര ഒരുപാട് കുടിക്കാറ് പോനെ. മധുരം ഇട്ടാല് ഉണ്ടാവില്ല. മധുരം ഇട്ടിട്ടുണ്ട് വേണ്ട. എന്നാടാ പരിപാടി? അപ്പോൾ അതിൻ്റെ ഇടക്കൂടെ കേശു ഓരോ കുരുത്തക്കേട് ഒപ്പിക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമുക്ക് കുറച്ച് മീനും കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പം ഞാൻ എന്ത് ചെയ്തു, പാൻ അടുപ്പത്ത് വെച്ചു. ശേഷം നമ്മുടെ മീനിൻ്റെ കഷ്ണങ്ങൾ ഞാൻ മുളകും മഞ്ഞളും ഉപ്പും കുരുമുളകൊക്കെ ഇട്ട് തിരുമ്മി വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് എണ്ണ ഒഴിച്ച്, ഇപ്രാവശ്യം വെളിച്ചെണ്ണ വെച്ചാണ് ഞാൻ ഫ്രൈ ചെയ്തെടുക്കുന്നത്. കൂടുതലും വാഴയിലയിലാണ്. അപ്പം ഞാനിന്ന് വീഡിയോ എടുക്കുന്നതുകൊണ്ട് തന്നെ എണ്ണ ഒഴിച്ച് ഫ്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാ വെളിച്ചെണ്ണേൻ്റെ അകത്ത് ഞാൻ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കേശുവും പിന്നെ ഇടയിൽ ഓരോ കുരുത്തക്കേടുകളൊക്കെ ഒപ്പിക്കുന്നുണ്ട്. അപ്പോൾ അവൻ വീട്ടിലുണ്ടെങ്കിൽ ഭയങ്കര കുസൃതിയാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ മീനെല്ലാം ഓരോന്നോരോന്നായി നല്ലോണം പൊരിച്ചെടുക്കാം. ഇപ്പം നല്ല അടിപൊളി പിന്നെ മത്തി കിട്ടുന്നതുകൊണ്ട് തന്നെ അത് പ്രത്യേക ടേസ്റ്റാണ്. ഇനി ഒരു ദിവസം മത്തീനെ കൊണ്ട് നല്ലൊരു അടിപൊളി അച്ചാർ ഉണ്ടാക്കാനുള്ള ഒരു പ്ലാനിലാണ്. അപ്പം ഞാൻ അതിൻ്റെ റെസിപ്പിയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, പക്ഷെ ഞാൻ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്കിങ്ങനെ ഒരുപാട് മീൻ കിട്ടുന്നതുകൊണ്ട് തന്നെ അപ്പം നമുക്ക് അങ്ങനെ ഒരു സംഭവം ഉണ്ടാക്കണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ അതിൻ്റെ റെസിപ്പി ഞാൻ എന്തായാലും എൻ്റെ ചാനലിലും കൂടി അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഞാനിതാ മത്തിയും കൂടെ അവിടെ ഫ്രൈ ചെയ്യാൻ വെച്ച് നമ്മുടെ മുളകിട്ട മീൻ കറിയും ഒരു സൈഡിൽ റെഡിയായി. അപ്പോൾ ഇതാ മീനിൻ്റെ കഷ്ണങ്ങളും ഞാൻ അതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുത്തു. അടിപൊളിയാ? അടിപൊളിയാ? അതെയോ ഗൈസ്? വേണ്ടെന്നോ? അപ്പോൾ അമ്മമ്മയും മോനും അവിടെ ഇരുന്ന് ഫുഡ് അടിക്കുന്നുണ്ട്. അപ്പോൾ അമ്മ കേശുവിന് വായിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. ഞാനപ്പോൾ ആ വീഡിയോ അവൻ അറിയാണ്ട് എടുത്തതാണ് കേട്ടോ. അപ്പോൾ രണ്ടാളും ഭയങ്കര കൂട്ടാണ്. ഞാനുമായിട്ട് അത്ര കൂട്ടില്ല. അപ്പോൾ അമ്മ എന്തോ കഴിക്കുന്ന സമയത്ത് ഒരുമിച്ച് ഇരുത്തിയിട്ട് വാരി കൊടുക്കുന്നു. അങ്ങനെ ഫുഡ് കഴിക്കൂ, അല്ലാണ്ട് അവനായിട്ട് എടുത്തു കഴിഞ്ഞാലൊന്നും കഴിക്കൂല. അപ്പോൾ നാരങ്ങ വെള്ളം വേണമെന്ന് പറഞ്ഞ് ചൊറിയാക്കുന്നതുകൊണ്ട് നാരങ്ങ വെള്ളവും ഉണ്ടാക്കി കൊടുത്തു. അപ്പോൾ ആളിരുന്ന് കഴിക്കുന്നുണ്ട്. അത് കാണുമ്പോൾ ഭയങ്കര ഒരു സന്തോഷമാണ്. ഫുഡ് കഴിക്കാനുള്ള ഇത്ര മടി, ഭയങ്കര മടിയാണ് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അടുത്ത പരിപാടി ആദ്യം വരുന്നുണ്ട് ഓരോ കുരുത്തക്കേടും കൊണ്ട്. ശേഷം ഞാൻ എന്ത് ചെയ്തു, എൻ്റെ കുക്കിംഗ് എല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാൻ ആ കൗണ്ടർ ടോപ്പും കാര്യങ്ങളെല്ലാം ക്ലീൻ ചെയ്തു. ഇനിയിപ്പം നമ്മുടെ കിച്ചണെല്ലാം ഒന്നും കൂടി ഒന്ന് റിന്യൂ അല്ല, ഒന്ന് പുതുക്കാനായി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താ നമ്മുടെ ഉച്ചക്കത്തെ വിഭവങ്ങൾ, നമ്മുടെ സോയ വറവ്, അതുപോലെ സാമ്പാർ ഉണ്ടായിരുന്നു, തലേ ദിവസത്തെ മീൻകറി ഉണ്ടായിരുന്നു, നമ്മുടെ കിഴങ്ങ് അതായത് കപ്പ ഉണ്ടായിരുന്നു, അതുപോലെ നമ്മുടെ മീൻ മുളകിട്ടത്, മീൻ ഫ്രൈ ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ കുറേ ഫുഡ് ഐറ്റംസ് ഉണ്ടായിരുന്നു. ആളൊറ്റയ്ക്ക് ഇരുന്ന് സംസാരിച്ചോളൂ, എന്തെല്ലോ പറയുന്നുണ്ട്. നീ എന്നാടാ പറയുന്നത്? ഗൈസ് നമുക്ക് സ്ട്രോബെറി ആക്കും ഗൈസ്. ഏട്ടൻ വന്നു കഴിഞ്ഞാൽ ഇതിന്റെ കാര്യം കട്ടപ്പോകാം.
കാശിൻ്റെ ടോയ്സ് എടുത്തിട്ട് ഒരാൾ കളിക്കുന്നുണ്ട് അല്ലേ? ഉച്ചക്കത്തെ ഫുഡെല്ലാം ഉണ്ടാക്കി ഇനിയിപ്പോൾ ഫുഡ് അടിക്കാം. കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏട്ടൻ ചോറ് തിന്നാൻ വരും. അന്നേരം ഒരുമിച്ച് ഫുഡ് കഴിക്കുന്ന വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഞാൻ മാത്രം കഴിക്കുന്ന വീഡിയോ എടുക്കേണ്ടി വരും. ഹലോ, വേഗം വൃത്തിയാക്കിക്കോ. എല്ലാ സൈഡിലും അടുപ്പിച്ചോ. അങ്ങനെ തന്നെ നല്ല മോനോട്ടനാ അമ്മേൻ്റെ. അപ്പോൾ ഇതാ ടോയ്സ് മൊത്തം വലിച്ചു വാരി ഇട്ടിട്ടുണ്ട് ഒരാൾ. അപ്പോൾ കാശിയില്ലാത്തതുകൊണ്ട് തന്നെ എല്ലാം കൂടി വലിച്ചു വാരി ഇട്ടിട്ടുണ്ട്. ഇനി അവൻ വരാൻ നോക്കുന്ന സമയം എടുത്ത് നോക്കണം. ഇതാട്ടോ നമ്മുടെ ബെഡ്റൂം നോക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണം മൊത്തം അത്രയും വൃത്തികേടായിട്ടാണുള്ളത്. കാരണം ചുമരൊന്നും വൃത്തിയില്ല. മക്കൾ കാലോടൊക്കെ ചവിട്ടിയിട്ട് മൊത്തം ചെളിയായിട്ടാണുള്ളത്. ഇനി ഇപ്പം എന്തായാലും നമ്മൾ പെയിൻ്റ് അടിക്കാനും ഒക്കെ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരു കാര്യമില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വീണ്ടും അതേ അവസ്ഥയാണ്. അതുകൊണ്ട് തന്നെയാണ് അത് വൃത്തിയാക്കാണ്ട് അതുപോലെ വെച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ റൂം അതിൻ്റെ മേലെയെല്ലാം മരമാണ് കേട്ടോ. മരത്തിൻ്റെ മച്ചും കാര്യങ്ങളെല്ലാം. അപ്പോൾ ഇതൊരു കബോർഡാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ അകത്ത് ബെഡ്ഷീറ്റൊക്കെ പെട്ടെന്ന് എടുക്കാൻ ആവശ്യമായിട്ടുള്ള ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ ഞാൻ അത്യാവശ്യം മടക്കി വെക്കാറുണ്ട്. അപ്പോൾ ഒരാൾ ഇതാ കയറി മറിഞ്ഞ് കളിക്കുന്നുണ്ട്. അപ്പോൾ ഇനിയിപ്പം കുറച്ച് പേര് ഒന്ന് വലുതായതിന് ശേഷം മാത്രമേ നമുക്കൊരു വീടൊക്കെ ഒന്ന് വൃത്തിയാക്കി പെയിൻറ് ചെയ്യാനൊക്കെ പറ്റൂ. കാരണം എവിടെ ചുമര് കണ്ടാലും വരച്ചിടുന്ന 2 മക്കളാണ്. കേശൂട്ടിന് ഇപ്പോൾ ഉറങ്ങാൻ പോകും ഗൈസ്. നമുക്കൊരു ഉമ്മതാ. ഒരു വീഡിയോ സൂപ്പർ വീഡിയോ മതി വേമ്പാ ഓടല്ല. അതാ വീഴല്ലപ്പാ. ആ പറ. ഇതിന് നല്ല പറക്കുന്ന മുള്ളാണ്. ഇപ്പറം നമ്മുടെ പക്ഷിക്കൂടിന്റെ അടുത്തേക്ക് പോവാ. നമുക്ക് പക്ഷിക്കൂടിലേക്ക് പോകാം. കണ്ട എല്ലാരും ലൈനായിട്ട് നിന്നിട്ട് വേണ്ട കൊറേ ആളുണ്ടല്ലേ യേശുട്ടാ. ഓ അപ്പോൾ ഈ കാണുന്നതാണ് എൻ്റെ ഗാർഡൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ചെടികളൊന്നും ഇല്ല. പക്ഷേ ഈ പറമ്പ് മൊത്തം ഇതുപോലെ ആക്കിയതിനുള്ള ക്രെഡിറ്റ് വേറെ ആർക്കും അല്ല, ഏട്ടനാണ് കേട്ടോ. അപ്പോൾ തളർന്ന യേശുട്ടാ. യേശുട്ടൻ തളർന്നു. എവിടെയാ പോന്ന്? ഇനി പോണ്ട, വാങ്ങി വാ. പറമ്പത്ത് കള്ളന്മാരൊന്നുമില്ല. എന്നെ പിടിച്ചോണ്ടോവേ കള്ളന്മാര്. വാ മോനിക്ക് വാ. നമുക്ക് നല്ല അടിപൊളി ഉണ്ണിയപ്പം കിട്ടിയിട്ടുണ്ടല്ലേ. അടിപൊളിയാ, സൂപ്പറാ. നല്ല ബോള് പോലത്തെ ഉണ്ണിയപ്പം. നല്ല സോഫ്റ്റ്. മോനെ അത് ക്യാമറ വീണു പോവും. അടിപൊളി സാധനം. അത് കഴിച്ചൂട്ടാ. സമയം ഒരു 3:30 മണിയെല്ലാം കഴിഞ്ഞു കേട്ടാ. ഉച്ചക്കത്തെ ഫുഡെല്ലാം കഴിച്ച് ഏട്ടൻ പോയി. പിന്നെ കുറച്ച് നേരം TV എല്ലാം കണ്ട് അങ്ങനെ ടൈമൊന്ന് ഉറക്കം തൂങ്ങിയ പോലെ ആയി. എണീറ്റ് ഞാനിപ്പം കോനായിൽ വന്നിരുന്ന്. അപ്പോൾ 2 ആളെ കാണിച്ചു തരാം ഞാൻ. അപ്പോൾ ഇതാണ് നമ്മുടെ 2 കുട്ടപ്പന്മാർ. അപ്പോൾ ഇത് അമ്പാടി,
പിന്നെ ഇതെൻ്റെ ഒരു സിസ്റ്ററിൻ്റെ മോനാണ്. അപ്പോൾ അത് കേശു. അപ്പോൾ രണ്ടാളും കൂടി ബോൾ കളിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ കാശിയും കൂടെ വന്നാൽ പിന്നെ പറയണ്ട. ഇപ്പം രണ്ടാളും കൂടി തകർത്ത് കളിയാന്ന്. പക്ഷേ റോഡിലേക്ക് ബോൾ പോകുമ്പോൾ ഉള്ള ഒരു പ്രശ്നമുണ്ട്. കാരണം വണ്ടി മിനിറ്റിന് പോകുന്നതുകൊണ്ട് തന്നെ ഒരു പേടിയില്ല. അപ്പോൾ അതിൻ്റെ ഇടയിൽ കാശീൻ്റെ ഓട്ടവും കൂടി വന്ന്, അപ്പോൾ കാശീൻ്റെ ഫ്രണ്ട് ധ്യാൻ മോനും കൂടി വന്നിട്ടുണ്ട് അവനെ ഒന്ന് അന്വേഷിച്ചിട്ട്. അപ്പോൾ സ്കൂള് വിട്ട് വൈകുന്നേരം കുട്ടികളെല്ലാവരും വന്ന് കാശീനെ വിളിക്കാൻ വരും കേട്ടോ. കാശി വന്നോ കാശി വന്നോ. അപ്പോൾ കാശി ഇവരുടെ ഒരു മെയിൻ ആളാണ്. അപ്പോൾ കാശി ഇല്ലാത്ത ഒരു പരിപാടിയും ഇല്ല. അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇതൊരു കൊച്ചു വീഡിയോ ആട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ട് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ചാനൽ. താങ്ക് യു.